ക്രമോട്ടോവേഴ്സ് സ്ലാൻസ് ഡോൺബോസ് മേഖലയിൽ നിന്ന് അതിർത്തി പങ്കിടുന്ന രണ്ട് പ്രദേശങ്ങളാണിവ. ഈ രണ്ട് മേഖലകളിലും റഷ്യൻ സൈനികർ ഇപ്പോൾ എടുക്കുന്ന തന്ത്രങ്ങളെല്ലാം ഉക്രൈനെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി വന്ന വാർത്ത, ഇന്നലെ 4-5 പ്രദേശങ്ങളിൽ റഷ്യ അവരുടെ ഷാഹി ഡ്രോൺസിന്റെ പതിപ്പായ ജെറൻ ഡ്രോൺസ് ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ, പ്രിസിഷൻ ആക്രമണത്തിലൂടെ തന്നെ 150-ലധികം സൈനികരെ ഈ ഒരു സ്ട്രൈക്കിലൂടെ അവർ കൊന്നതായി ഒഫീഷ്യൽ വാർത്തകൾ പുറത്തു വന്നു. എത്ര പേർ ഇനിയും മരിച്ചു എന്നുള്ളത് വ്യക്തമല്ല. മാത്രവുമല്ല, അവർക്ക് മുന്നേറാൻ കഴിയുന്ന വേഗതയും കൂടിയിട്ടുണ്ട്. ഉക്രൈൻ മുൻനിരയെ തന്നെ തകർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 55 കിലോമീറ്റർ അകലെയായിരുന്നു ഉക്രൈന്റെ സപ്പോർട്ട് ലൈൻസ് ഉണ്ടായിരുന്നത്. ഇതിനെ ബാക്ക്വേർഡ് ഫയറിംഗ് പൊസിഷൻസ് എന്ന് പറയും. മുന്നിലുള്ള സൈനികർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. ഇതിപ്പോ വളരെ അടുത്തോട്ട് വന്ന് 16 കിലോമീറ്റർ ദൂരത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. അത്രത്തോളം റഷ്യയുടെ അഡ്വാൻസ്മെന്റ് ഉണ്ട്. ഇതിന് പിന്നിൽ ഇതിലും രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. റഷ്യയുടെ ന്യൂക്ലിയർ പവേർഡ് ഐസ് ബ്രേക്കേഴ്സ് വാങ്ങാനുള്ള ഒരു ഡീൽ ഇടയിലൂടെ ആരും അറിയാതെ സംഭവിക്കുന്നുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യയുടെ മുൻനിര അല്ലെങ്കിൽ ഉക്രൈന്റെ ഡിഫൻസീവ് ലൈൻസ് തകരുന്നതിൽ നിന്നും ഈ ഒരു വാർത്ത ആരംഭിക്കാം. ഇപ്പോൾ ഞാനൊരു ഇമേജ് നിങ്ങൾക്ക് കാണിക്കാം. ഇത് അടുത്തിടെ അപ്ഡേറ്റ് ചെയ്ത ബാറ്റിൽ മാപ്പാണ്. ഇവിടെയുള്ള കളർ കറക്ഷൻസ് അല്ലെങ്കിൽ കളേഴ്സിനെ കുറിച്ച് വിശദീകരിക്കാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. ഈ ഡോൺബോസ് മേഖല കാണിക്കാൻ ഉപയോഗിക്കുന്ന കളറാണ് നീല നിറം, അതായത് അഡ്മിനിസ്ട്രേഷൻ ലൈൻസ്. ചുവന്ന നിറത്തിലുള്ള ലൈൻസ് റഷ്യൻ നിയന്ത്രണത്തിലുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധാപൂർവം നോക്കിയാൽ പച്ച വര അവിടെ നൽകിയിട്ടുണ്ടാകും. 2022 റഷ്യ ഔദ്യോഗികമായി അവരുടെ പ്രദേശങ്ങളായി കണക്കാക്കുകയും പിടിച്ചെടുത്തതുമായ പ്രദേശങ്ങളാണിവ. അതിന് മുകളിലുള്ള പ്രദേശങ്ങൾ റഷ്യ ഇപ്പോൾ ഒഫൻസ് ചെയ്തിരിക്കുന്ന പ്രദേശങ്ങളാണ്. ഇതിൽ 9 സ്ഥലങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഈ ഡാർക്ക് ബ്ലാക്ക് നിറത്തിലുള്ളത് റഷ്യ ഭാഗികമായി കൈവശപ്പെടുത്തുകയും മുൻനിര ആക്രമണത്തിനായി ഉപയോഗിക്കുന്ന പ്രദേശങ്ങളാണ്. ഈ നേർരേഖയ്ക്ക് പിന്നിലുള്ള പ്രദേശങ്ങൾ, അതായത് തുടർച്ചയായുള്ള മഞ്ഞരേഖ എന്നത് ഉക്രൈന്റെ പ്രതിരോധ രേഖകളെയും പിന്നിലുള്ള കറുത്ത നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങൾ ഉക്രൈന്റെ ബാക്ക്വേർഡ് ഫയറിംഗ് പൊസിഷൻസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മാപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ലഭിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഈ 9 സ്ഥലങ്ങൾ ഏതാണെന്ന് ഞാൻ പറയാം. ഈ 9 സ്ഥലങ്ങളെ കുറിച്ച് അറിയുമ്പോൾ റഷ്യ അവരുടെ സ്ട്രാറ്റജി എത്രത്തോളം മാറ്റിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പോക്രോവോസ്, ക്രമട്ടോസ്, ഡോബ്രിപിള്ള, കോസ്റ്റാന്റിനിക്ക, ഡ്രൂജ്കീവ്, സോവിയാൻസ്ക്, സിവർസ്ക്, ലൈമാൻ. ഈ പ്രദേശങ്ങളെല്ലാം റഷ്യൻ നിയന്ത്രണത്തിലാണ്. പിന്നെയും എന്തിനാണ് അവിടെ ഒരു കളർ കറക്ഷൻ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, ഇത് റഷ്യ പാർഷ്യലി ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 80% ഒക്കുപ്പൈ ചെയ്തിട്ടുള്ള പ്രദേശങ്ങൾ. ഇത് മെൻഷൻ ചെയ്യുന്നത് ഒരു നഗരത്തെ അല്ലെങ്കിൽ ഗ്രാമത്തെ നിങ്ങൾ പൂർണ്ണമായും ഒക്കുപ്പൈ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ നിയന്ത്രണത്തിൽ വരണമെന്നുണ്ടെങ്കിൽ 3 കിലോമീറ്ററോളം വരണം. ആ സോൺ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രമേ പിന്നിലുള്ള പ്രദേശങ്ങൾ നിങ്ങളുടെ മുഴുവൻ ഒക്കുപ്പേഷനിലകത്തേക്ക് വരികയുള്ളൂ. ഇപ്പൊ ഈ 9 ഫോർവേഡ് പൊസിഷൻസ് റഷ്യ വളരെ സ്റ്റേബിളായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് പിന്നിലുള്ള ഉക്രൈന്റെ പ്രദേശങ്ങൾ നോക്കിയാൽ അവസാനമായി അവർ പോളോഗ്രാൻ എന്ന പ്രദേശമാണ് അവരുടെ ബാക്ക്വേർഡ് ഫയറിംഗ് പൊസിഷനായി ഉക്രൈന്റെ ട്രൂപ്സിന് ലോജിസ്റ്റിക്സ് സപ്ലൈ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സിറ്റിയെ ഉപയോഗിച്ചത്. ഇപ്പൊ ബാക്കിയുള്ള ഈ 2 ലിസോവ, ഇസിയ, ഒന്നൊരു 10-16 കിലോമീറ്റർ, മറ്റൊന്ന് 26 കിലോമീറ്റർ ദൂരത്തിലുള്ള ഉക്രൈന്റെ ബാക്ക്വേർഡ് പൊസിഷൻസ് ആണ്. ഇതിൽ ഒന്ന് പഴയതാണ്, ബാക്കി ഒന്ന് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തതാണ്. ഇതിപ്പോ ഉക്രൈൻ മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഇത്രയും അടുത്തേക്ക് കൊണ്ടുവരാനുള്ള കാരണം, ഈ 9 നഗരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഫോർവേഡ് പൊസിഷൻസിലുള്ള 9 നഗരം, ഇവയെല്ലാം ഇപ്പോൾ ഒരു ഹബ്ബാക്കി മാറ്റി റഷ്യ ഉക്രൈന്റെ ട്രഞ്ചസിനെ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ MLR സിസ്റ്റം ഉപയോഗിച്ച് ഈ ജെറാൻ ഡ്രോൺസ് ഒക്കെ ലാൻഡ് മൈൻസ് കൊണ്ടുപോയി താഴെ ഡ്രോപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ ആ ലാൻഡ് മൈൻസിന് പകരം ചില ബോംബുകൾ അവിടെ ഡ്രോൺസിൽ നിന്നും ഡ്രോപ്പ് ചെയ്യുകയും ഉക്രൈന്റെ ട്രെഞ്ച് വാർഫെയറിനെ അവിടെ തകർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏത് തര യുദ്ധക്കളത്തിൽ മാറ്റങ്ങൾ വരുത്തിയെന്ന് ചോദിച്ചാൽ, ട്രെഞ്ചിൽ എത്രത്തോളം കാലം നിങ്ങളെ കൊണ്ട് വളരെ വേഗത്തിൽ കാലാൾ പടയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് വളരെ ഡെഡ്ലിയസ്റ്റ് ആയ തീരുമാനമായിരിക്കും നൽകുക. അതുപോലെ ഫോർവേഡ് പൊസിഷനും ഒരു പ്രശ്നം നൽകും. ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണത്തിന് പറയാം. പോക്രോവോസ് ഫ്രണ്ടിലും ഡോബ്രിപിള്ള ഫ്രണ്ടിലും റഷ്യ ഡിഫൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നിലുള്ള ലിസോവിൽ നിന്നും ഒരു സ്ട്രൈക്ക് ചെയ്യണം. ഈ ബാക്ക്വേർഡ് ഫയറിംഗ് പൊസിഷൻസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം മുന്നിൽ പോകുന്ന ഗ്രൂപ്പ്സിന് ആർട്ടിലറി സപ്പോർട്ട് നൽകുക. മീഡിയം റേഞ്ച് ഉള്ള MLR സിസ്റ്റംസ് ഉപയോഗിച്ച് അവർക്കായിട്ടുള്ള ഒരു ക്ലിയറൻസ് നൽകണം. ഇത് സാധാരണയായി എയർഫോഴ്സ് ഉപയോഗിച്ചാണ് ചെയ്യുക. എന്നാൽ വളരെ കണ്ടസ്റ്റഡ് എൻവയോൺമെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ എയർഫോഴ്സും ഹെലികോപ്റ്റേഴ്സും അകത്തേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉള്ളപ്പോൾ ഇപ്പോൾ ഇതൊഴികെ മറ്റൊരു മാർഗ്ഗമല്ല. അതായത് താഴെ ഗ്രൗണ്ട് ബേസ്ഡ് സിസ്റ്റംസ് വഴി മാത്രമേ സപ്പോർട്ട് നൽകാൻ കഴിയൂ. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടിംഗ് പോയിന്റ് ആയിട്ടാണ് ഇതുള്ളത്. ഇങ്ങനെയുള്ളപ്പോൾ റഷ്യ ഈ ഒരു ട്രഞ്ചസിനെ പതിയെ തകർക്കും തോറും അവർക്കും സ്ട്രാറ്റജി മാറ്റേണ്ട ഒരു സാഹചര്യം വരുന്നു. 50 കിലോമീറ്റർ ദൂരത്തിൽ ഒരു പൊസിഷൻ, പിന്നീട് 26 കിലോമീറ്ററിലേക്ക് വരുന്നു, 10 കിലോമീറ്ററിലേക്ക് വരുന്നു. ഇങ്ങനെ റഷ്യ ഉക്രൈനെ ഇങ്ങനെ പതിയെ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതിൽ ഉക്രൈൻ ചെയ്തൊരു വലിയ തെറ്റ് കൂടുതൽ ആളുകളെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഇങ്ങനെ കൂട്ടുകയാണ്. ഇത് ഫോളോ ചെയ്താണ് റഷ്യ ഇപ്പോൾ ഡ്രോൺ സ്ട്രൈക്ക് ചെയ്തത്. ഡ്രോൺ സ്ട്രൈക്ക് സംഭവിക്കുന്ന സ്ഥലം നോക്കിയാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പള്ളി, അവിടെ ഉക്രൈന്റെ ഒരു 50-60 സൈനികരോളം തങ്ങാനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് റഷ്യ എവിഡൻസോടുകൂടി പുറത്തുവിട്ടു. ഞാൻ ആദ്യം അത് ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് പറയാം, ഏതൊക്കെ സ്ഥലത്തിൽ സ്ട്രൈക്ക് നടന്നു, അതിനുശേഷം അതിന് പിന്നിലുള്ള വിശദാംശങ്ങളും പറയാം. ഒന്നാമത്തേത് ഉപേക്ഷിക്കപ്പെട്ട കിൻഡർ ഗാർഡൻ, മറ്റൊന്ന് സ്ലവിയാൻസ് പ്രദേശത്തുള്ള ഗവൺമെന്റ് ബിൽഡിംഗ്, അടുത്തത് മൂന്നാമത് ആ നഗരത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ്, നാലാമത്തേത് ഈ സ്ലോവിയാൻസ്കിനും ക്രമറ്റോസിനും ഇടയിലുള്ള ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അത് സംബന്ധിക്കുന്ന സ്റ്റോറേജ് ഫെസിലിറ്റി, അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട മെഡിക്കൽ ഗോഡൌൺ. ഇങ്ങനെ ഇത്ര പ്രദേശങ്ങളിലും ഉക്രൈൻ അവരുടെ സൈനികരെ താമസിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ ലോജിസ്റ്റിക് ഹബ്ബായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ റഷ്യ തന്നെ ഇവിടെ പറഞ്ഞത് ഈ സ്ഥലങ്ങളിലെല്ലാം ഇത്രയേറെ സൈനികരുണ്ടായിരുന്നു. ഒരു 30-40 സൈനികരോളം ഓരോ സ്ഥലത്തും ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു 350ഓളം പേർക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. 140ഓളം പേർ മരിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ 500 പേരോളം ഒറ്റ രാത്രിയിൽ റഷ്യൻ ആക്രമണത്തിൽ അവിടെ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് നേരെ ഉക്രൈൻ വേർഷനിൽ നോക്കിയാൽ ഈ താഴെയുള്ള ഇത്രയേറെ വാർത്തകളും മറച്ചു വെച്ചിട്ട് സ്ലോവിയാൻസ്കിൽ ഒരു സ്കൂൾ ആക്രമിച്ചു, അവിടെ ഒരു കിൻഡർ ഗാർഡനെ ആക്രമിച്ചു, അവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിനെ ആക്രമിച്ചു, ഇങ്ങനെ മുകളിലുള്ള നെയിം ബോർഡ് മാത്രമാണ് കാണിക്കുന്നത്. അതിന് പിന്നിൽ അത് ഉപേക്ഷിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇത്രയേറെ സൈനികർ അവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള വാർത്തകളൊന്നും കാണിക്കുന്നേ ഇല്ല. അപ്പോ ഈ ഒറ്റ രാത്രിയിൽ റഷ്യ അവരുടെ പുതിയ സ്ട്രാറ്റജിയോടുകൂടി ഉക്രൈൻ സൈനികർ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ ആക്രമിച്ചു, അവർക്കെതിരെയുള്ള ഫോർവേഡ് പൊസിഷൻസിനെയും സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉക്രൈൻ ഡോൺബോസ്കിൽ വളരെ ക്രിട്ടിക്കൽ സാഹചര്യത്തിലാണ് ഉള്ളത്. അവർക്ക് മറ്റു മാർഗവുമില്ല. കാരണം ട്രെഞ്ച് വാർഫെയർ അവിടെ കൊളാപ്സ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ട്രെഞ്ച് വാർഫെയർ നിങ്ങൾക്ക് സ്ട്രോങ് ആയി ഉള്ളിടത്തോളം കാലം മാത്രമേ നിങ്ങൾക്ക് ഒരു പരിധി വരെയെങ്കിലും മുന്നോട്ട് പോകാനും എതിർദിശയിൽ വരുന്നവരെ സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും. നിങ്ങളുടെ ട്രെഞ്ചസ് കൊളാപ്സ് ആവുകയാണെങ്കിൽ നിങ്ങൾ പതിയെ ബാക്ക്വേർഡിൽ പുഷ് ആകും. നിങ്ങൾക്ക് പിന്നിൽ ട്രെഞ്ചിന്റെ സപ്പോർട്ട് ഇല്ല, ആർട്ടിലറി സപ്പോർട്ട് ഇല്ല, അല്ലെങ്കിൽ എയർ സപ്പോർട്ട് ഒന്നും ഇല്ലെങ്കിൽ അവിടെ സറണ്ടർ ആകാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യേണ്ട ഒരു സാഹചര്യം, അതും അല്ലെങ്കിൽ പരാജയപ്പെട്ട് പിന്നിലേക്ക് പോകണം. ഇത് മാത്രമാണ് അവിടെയുള്ള വഴി. ഇതല്ലാതെ മറ്റു ഓപ്ഷൻസേ ഇല്ല. റഷ്യ എതിർത്ത് നിങ്ങൾ യുദ്ധം ചെയ്യുകയാണ്, ആ സമയത്ത് മറ്റു മാർഗമില്ലെങ്കിൽ അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അത്തരമൊരു മോശമായ സാഹചര്യത്തിൽ ഉക്രൈൻ സൈനികർ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ റഷ്യ ഉക്രൈനിൽ ഇത്രത്തോളം ഡെഡ്ലിയസ്റ്റ് ബാറ്റിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള വളരെ മോശമായ ഒരു യുദ്ധമായി തന്നെ ഇത് മാറിയിട്ടുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ നിന്നുകൊണ്ട് അമേരിക്കയും റഷ്യയും ഇപ്പോൾ ചെയ്തത് 3 പ്രധാനപ്പെട്ട പ്രോജക്ട്സ് അല്ലെങ്കിൽ ഒരു ഡീൽ മേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഷെഖാലിൻ 1 പ്രോജക്ട്, അടുത്ത് ആർട്ടിക് LNG, അടുത്തത് റഷ്യയുടെ ഐസ് ബ്രേക്കേഴ്സ് അമേരിക്ക വാങ്ങാനുള്ള ഒരു ഡീൽ. സത്യത്തിൽ ഈ ഡീൽസ് എല്ലാം സംഭവിക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. ഈ 3ഉം വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, പ്രത്യേകം ടോപ്പിക്കാണ്. ഇതിനെ ഷോർട്ടായി എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഷെഖലൈൻ എന്നത് റഷ്യയുടെ പസഫിക് ഓഷ്യനിലുള്ള വളരെ പ്രധാനപ്പെട്ട ദ്വീപാണ്. അവിടെ റഷ്യയ്ക്ക് കണക്കിലെടുക്കാൻ കഴിയാത്തത്ര ഓയിൽ റിസർവും നാച്ചുറൽ ഗ്യാസ് റിസർവും ഉണ്ട്. ഇത് 2005 കണ്ടെത്തുകയും ജപ്പാന്റെ കമ്പനി, ഇന്ത്യയുടെ ONGC, റഷ്യയുടെ റോസ്നെഫ്റ്റ് ഇവരെല്ലാവരും ചേർന്ന് ഡീൽ ഉണ്ടാക്കുകയും അമേരിക്കയുടെ എക്സോൺ മൊബിൽ എന്ന ലോകത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് നാച്ചുറൽ ഓയിൽ പ്രോസസ് ആൻഡ് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി, പെട്രോൾ കെമിക്കൽസ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി, ഇവരുമായി ഒരു ഡീൽ മേക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്നും ഈ ഓയിലും നാച്ചുറൽ ഗ്യാസസും പുറം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നു. ഇതിൽ ഇന്ത്യക്കും ഒരു പ്രത്യേക ഷെയർ ഉണ്ടായിരുന്നു. എന്നാൽ 2022 സംഭവിച്ചത് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അമേരിക്ക സാങ്ഷൻസ് നൽകി ഈ എക്സോൺ മൊബിൽ എന്ന കമ്പനിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് തകർന്നതിന് ശേഷം ഷെഖാലിൻ എന്ന കമ്പനി റഷ്യ തുടങ്ങുകയും ഇതിന്റെ ബിസിനസ് ഡീലിംഗ്സ് എല്ലാം അവരിലേക്ക് കൊടുക്കുന്നു. ഇതിപ്പോ വീണ്ടും ഇതേ അമേരിക്കൻ കമ്പനി എക്സോൺ മൊബിൽ കമ്പനി അകത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ചർച്ചകൾ ഇപ്പോൾ റഷ്യയും അമേരിക്കയും ചേർന്ന് നടത്തുന്നുണ്ട്. ഇതൊരു $multi-billion പ്രോജക്റ്റ് ആണ്. ഇത് കാരണം ഉണ്ടാകുന്ന ലാഭം എന്നത് അമേരിക്കൻ കമ്പനികൾക്ക് അത്രത്തോളം വലുതാണ്. കാരണം ഓയിൽ ഉൽപാദനം ചെയ്യുന്നത് റഷ്യ ആണെങ്കിലും അത് എക്സ്പോർട്ട് ചെയ്യുന്നതും അവിടെ പ്രൊഡ്യൂസറുടെ പക്കൽ നിന്നും കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നതും ഇങ്ങനെ റിഫൈൻ ചെയ്ത് എല്ലാം ചെയ്യുന്ന ജോലികളെല്ലാം എക്സോ മൊബൈൽ കമ്പനി ചെയ്തുകൊണ്ടിരുന്നു. അതുവഴി അവർക്ക് പല ലക്ഷം കോടി വരുമാനം ഈ 3 വർഷത്തിൽ തന്നെ നഷ്ടമായിട്ടുണ്ട്. ഇതൊക്കെ അമേരിക്കയ്ക്ക് മനസ്സിലായി. അങ്ങനെ വീണ്ടും ഈ ഒരു ഡീൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എടുക്കുന്നുണ്ട്. രണ്ടാമതായുള്ളത് ആർട്ടിക് LNG. ഇത് റഷ്യയുടെ ഒരു സ്വപ്ന പ്രോജക്റ്റ് ആണ്. ആർട്ടിക് എക്സ്പ്ലോർ ചെയ്യണം, അവിടെയുള്ള മിനറൽസ് പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതിന് വേണ്ടി റഷ്യ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അവിടെ ചെയ്യുന്നുണ്ട്. ഇതിൽ അമേരിക്കയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. രണ്ടുപേരും ടൈപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. റഷ്യ ഈ ഗ്യാസ് എടുക്കുന്നതിന് 2021 അമേരിക്കൻ കമ്പനികളിൽ നിന്ന് മെഷീൻസ് വാങ്ങാനുള്ള ഒരു ഡീൽ മേക്ക് ചെയ്തു. എന്നാൽ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഈ ഒരു മുഴുവൻ ഡീലും ബ്രേക്കായി. പല $1 മില്യൺ അവർക്ക് നഷ്ടമായി മാറി. ഇപ്പോൾ അതിൽ വീണ്ടും അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനും അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തേതാണ് വളരെ മികച്ച ഒരു ഡീൽ. റഷ്യയുടെ ഐസ് ബ്രേക്കേഴ്സ് വാങ്ങാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്.
സത്യത്തിൽ ഇതെല്ലാം റോയിട്ടേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചില വൈറ്റ് ഹൗസ് ഓഫീഷ്യൽസും കൺഫേം ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞത് അമേരിക്കയ്ക്ക് ആർട്ടിക്കിൽ അലാസ്ക അടിസ്ഥാനമാക്കി ഒരു വലിയ പൊളിറ്റിക്സ്, അവിടെ ഒരു വലിയ എക്കണോമിക്കൽ ഗെയിൻ ഉണ്ട്. ഇവയെല്ലാം എപ്പോഴും അവർ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പക്കൽ ഐസ് ബ്രേക്കേഴ്സ് ഉണ്ടാകണം. എന്നാൽ ന്യൂക്ലിയർ പവർഡ് ഐസ് ബ്രേക്കേഴ്സ് റഷ്യയുടെ പക്കലാണ് ഒരു വലിയ ഫ്ലീറ്റ് തന്നെ ഉള്ളത്. റഷ്യയുടെ പക്കൽ നിന്നും ഈ ഒരു കപ്പൽ വാങ്ങാനുള്ള ചർച്ചകളും ഈ ഒരു ഡീലിൽ സംഭവിച്ചതായി പറയുന്നുണ്ട്. ഇതൊക്കെ ഈ രണ്ട് രാജ്യത്തിനും ഇടയിൽ നടക്കുന്ന ഒരു ഡീലായി മാത്രമല്ലേ അറിയൂ. എന്നാൽ ഇതിന് അമേരിക്ക എന്ത് പേര് വെച്ചു എന്നറിയണ്ടേ? റഷ്യയ്ക്ക് നൽകുന്ന ഒരു ഇൻസെന്റീവ്സ്, അതായത് ഉക്രൈൻ യുദ്ധത്തിൽ ട്രംപ് പുടിനെ ഒന്ന് സമാധാനിപ്പിക്കാനായി, പുടിനെ ഒന്ന് ആശ്വസിപ്പിക്കാനായി റഷ്യയ്ക്ക് നൽകുന്ന ഒരു ഇൻസെന്റീവ് എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ട്രംപിന്റെ ലോജിക് നന്നായി തന്നെയുണ്ട്. നല്ലൊരു ബിസിനസ് തന്നെ അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ട്. ലക്ഷങ്ങളും കോടികളും ലാഭം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തിടെ വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത, ട്രംപ് പറഞ്ഞത് പുടിന് സെലൻസ്കി ഇഷ്ടമല്ല, സെലൻസ്കിക്ക് പുടിൻ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് നേതാക്കന്മാരും അവരുടെ ചർച്ചകൾ മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിന് ശേഷം അമേരിക്ക അവരുടെ മറ്റൊരു ഫേസ് കാണിക്കേണ്ട ആവശ്യകത വരുമെന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇൻസെന്റീവ് നൽകണമെന്ന പേരിൽ $multi-billion നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും, അവിടെ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യും. എന്നാൽ മറുവശത്ത് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സും നൽകും. ശരിയായ ഒരു ഗെയിം തന്നെയാണ് അവിടെ നടക്കുന്നത്. എന്നാൽ ഉക്രൈൻ അവരാണ് ഇവിടെ അകപ്പെട്ട് കിടക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓവയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.